അങ്ങനെ നമ്മൾ ഗബാലിലേക്ക് പോകുന്ന വഴിക്ക് ഒരു സ്ട്രീറ്റ് ഫുഡ് കിട്ടുന്ന ഒരു സ്ഥലം. നല്ല പുകയുണ്ട് അവിടെ. അപ്പോൾ അവിടെ കുക്ക് ചെയ്യുന്ന സ്ഥലമാണ്. അപ്പോൾ അത് അവിടെ ചേച്ചിയോട് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. കുത്താബ് എന്നാണ് ഈ ഉണ്ടാക്കുന്ന ഫുഡിൻ്റെ പേര്. ബ്രെഡിൽ പാഴ്സലി ലീഫും കാര്യങ്ങളൊക്കെ വെച്ചിട്ട്. വാട്ട്സ് ദ നെയിം ഓഫ് ദാറ്റ് ലീഫ്? ദിസ് വൺ ലീഫ്. This one. What is the name of? Göy. Nabelim. Allah. Göy. Okay. അവിടെ എന്തോ ഒരു പാഴ്സൽ ലീഫ് പോലത്തെ ലീഫാണ് അവർ ഉപയോഗിക്കുന്നത്. പാഴ്സലി അല്ലേ? ഓക്കെ, അങ്ങനത്തെ ലീഫിലാണ് അത് ചെയ്യുന്നത്. അത് സംഭവം അടിപൊളിയാണ്. അത് ഇവിടെ പരത്തിയതിന് ശേഷം ഇവിടെ ചട്ടിയിൽ ഇത് കുക്ക് ചെയ്യാണ് ചെയ്യുന്നത്. ഈ ചേച്ചി ഇവിടെ കുത്താബ് ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ്. ആ കുത്താബിൻ്റെ പുറത്തുള്ള ഔട്ടർ കവറിംഗ് ആണ് ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതായത് ഒരു കുത്താബ് ഉണ്ടാക്കുന്ന ആ ഒരു ഔട്ടർ കവറിങ് ഉണ്ടാക്കാനായിട്ട് തന്നെ ഒരുപാട് സമയം എടുക്കുന്നുണ്ടെന്നാണ് നമുക്ക് നേരിട്ട് കാണാൻ കഴിഞ്ഞത്. കാരണം നമ്മൾ സാധാരണ ചപ്പാത്തി ഉണ്ടാക്കുന്നതിൻ്റെയൊക്കെ പകുതിയിലൊക്കെ താഴെയാണ്. അതായത് വളരെ നൈസായിട്ടുള്ള ഒരു കവറിങ്ങാണ് അവരുണ്ടാക്കുന്നത്. എന്നിട്ടാണ് അതിൽ നമുക്കിപ്പോൾ പാഴ്സൽ ലീഫോ അങ്ങനെയുള്ള ലീവ്സിൻ്റെ ഒരു കോമ്പിനേഷൻ, അല്ലെങ്കിൽ മട്ടനോ അങ്ങനെ നോൺ വെജിൻ്റെ മറ്റൊരു വെറൈറ്റി ഉണ്ട്, ഇതെല്ലാം ഫില്ല് ചെയ്തിട്ട് നേരെ ചൂടാനായിട്ട് ചട്ടിയുടെ മുകളിലേക്ക് കമത്തി വയ്ക്കുന്നത് ഇവർ. സാധാരണഗതിയിൽ ഒരു ചപ്പാത്തി പരത്തണേൻ്റെ ഒരു 3-4 ഇരട്ടി സമയം എടുത്തിട്ടാണ് അവർ ഈ കുത്താബിൻ്റെ ഒരു ഔട്ടർ കവറിങ് ചെയ്തെടുക്കുന്നത് തന്നെ. അത്രയും എഫേർട്ട് ഉണ്ട് ആ ഒരു ഫുഡ് അവർ പ്രിപ്പയർ ചെയ്യാനായിട്ട്. പക്ഷേ ആ ഒരു കവർ ഉണ്ടാക്കി കഴിഞ്ഞാൽ പിന്നെ അവർ ഫില്ലിങ്ങും കാര്യങ്ങളൊക്കെ വളരെ പെട്ടെന്നാണ് തീരുന്നത്. അതുപോലെ കുക്കിംഗ് ആണെങ്കിലും വളരെ കുറച്ച് സമയം മതി അവർക്ക് ചെയ്തെടുക്കാനായിട്ട്. പക്ഷേ ഈ ഒരു കവറിങ് ചെയ്തെടുക്കാനായിട്ട് ഒരുപാട് സമയം അവരെടുക്കുന്നുണ്ട്. അതായത് നമുക്ക് കാണാമല്ലോ അല്ലേ, എത്ര നേരമായി ഇപ്പോൾ അവർ ആ ഒരു കവറിങ് ചെയ്യാൻ തുടങ്ങിയിട്ട് ഇപ്പോഴും തീർന്നിട്ടില്ല. കാരണം അവർ ആ ഉദ്ദേശിക്കുന്ന തിക്നെസ്സിലേക്ക് ആ ഒരു ഔട്ടർ കവറിങ് എത്തുന്ന വരെ അവരിങ്ങനെ പരത്തിക്കൊണ്ടിരിക്കും. അതാണ് ഈ ഒരു ഫുഡിൻ്റെ പ്രത്യേകത. പിന്നെ ഈ പറഞ്ഞ പോലെ തന്നെ അതിൻ്റെ ആ ഒരു കവറിങ് എത്തിയെന്ന് കണ്ടു കഴിഞ്ഞാൽ അതിൻ്റെ പകുതിക്ക് വെച്ച് അവർ സ്റ്റിക്ക് വെച്ചു. പിന്നെ അവർക്ക് ഓർഡർ അനുസരിച്ചുള്ള ലീഫ് അതിൻ്റെ ഉള്ളിലേക്ക് നിരത്തി. നമ്മൾ പറഞ്ഞിരിക്കുന്നത് ഇപ്പോൾ ഫസ്റ്റ് പാഴ്സലി ലീഫ് ആണെന്ന് തോന്നുന്നു. നമുക്ക് കണ്ടിട്ട് അങ്ങനെയാണ് മനസ്സിലായത്. അപ്പോൾ ആളോട് ഞങ്ങൾ സംസാരിച്ചിരുന്നു എന്ത് ലീഫാണെന്ന്. പക്ഷേ പുള്ളിക്കാരത്തി പറയുന്ന ഭാഷ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നുണ്ടായിരുന്നില്ല. അതുപോലെ അവർ നല്ല തിക്കായിട്ട് തന്നെയാണ് ആ ഒരു ഹാഫ് പോർഷൻ ഈ ലീഫ് ഫില്ല് ചെയ്യുന്നത്. അതിനുശേഷം ആ റൊട്ടി കൊണ്ട് തന്നെ ഹാഫ് ഭാഗമായിട്ട് മടക്കി അത് പാക്ക് ചെയ്യുകയാണ് ചെയ്യുന്നത്. അത് കാണാൻ നല്ല ഭംഗിയാണ് കേട്ടോ. അതിന് പുറത്ത് ചെറുതായിട്ട് സോൾട്ടും കാര്യങ്ങളൊക്കെ അവരിടുന്നുണ്ട്. ഇതൊക്കെ കാണാൻ നല്ല രസമാണ്. അതായത് ഒരു ഭക്ഷണം പ്രിപ്പയർ ചെയ്യുന്നതാണ് ഈ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇനി ഇത് അവർ ചെയ്യാണ്. അതായത് ആ റൊട്ടി വീണ്ടും അതിൻ്റെ മീതെ കൂടെ അങ്ങോട്ട് മടക്കി അതിൻ്റെ 4 വശവും കൃത്യമായിട്ട് പാക്ക് ചെയ്യാണ് അവർ. അത് പാക്ക് ചെയ്തു. ഇനി ഇത് നമുക്ക് ഇപ്പോൾ കണ്ട അത്ര പെട്ടെന്ന്, അതായത് ആ ഒരു പാക്കിങ് മാത്രമേ അവർക്ക് സമയമുള്ളൂ. അത് കഴിഞ്ഞാൽ നേരെ ചട്ടിമേക്ക് പോവാണ്. നന്നായിട്ട് ചൂടായി കിടക്കുന്ന ചട്ടിയാണ്. അതിനകത്ത് അവർ ഓയിലും കാര്യങ്ങളൊക്കെ വെച്ച് ക്ലീൻ ചെയ്തിട്ടുണ്ട്. ഇനി ഇതേ അതിൻ്റെ പുറത്തേക്ക് വെച്ചു, വീണ്ടും നിവർത്തി വെച്ചു. അതായത് ആ ഒരു റൊട്ടിയുടെ ഹാഫ് ഷേപ്പിൽ നമുക്ക് ഈ കുത്താബ് എന്ന് പറയുന്ന ഫുഡ് നമുക്ക് കൈകളിലേക്ക് എത്തും. നമ്മൾ ഇത്രയും നേരം ഈ കുത്താബ് എന്ന് പറയുന്ന സ്ട്രീറ്റ് ഫുഡ് ഇരുന്ന് കഴിച്ചുകൊണ്ടിരുന്നത് ഈ മരങ്ങളുടെ കൂട്ടത്തിനിടയിലുള്ള ഒരു കൊച്ചു റെസ്റ്റോറൻറ്റിൽ നിന്നാണ്. നമ്മൾ ഗബാലിയിലേക്ക് പോകുന്ന വഴിയിലുള്ള ഒരു റെസ്റ്റോറൻ്റാണ് ഇത്. അപ്പോൾ അങ്ങനെ പെട്ടെന്ന് നമുക്കൊന്നൊരു ചെറിയ സ്നാക്സ് ഒക്കെ കഴിക്കാമെന്ന് വിചാരിച്ച് നിർത്തിയതാണ്. പക്ഷേ സംഭവം അടിപൊളി ഫുഡായിരുന്നു. നമ്മൾ അവിടെ നിന്ന് കഴിച്ചതിന് ശേഷമാണ് ഗബാലിയിലേക്ക് പുറപ്പെട്ടത്. പിന്നീട് അവിടെ നിന്ന് ഗബാലിയിലേക്ക് പോകുന്ന വഴിയിൽ റോഡിൻ്റെ ഇരുവശങ്ങളിലായിട്ട് നമ്മൾ കാണുന്ന ആ ഒരു സീനറീസ് ഉണ്ടല്ലോ, നമ്മൾ കമ്പ്യൂട്ടറിൻ്റെ ഒക്കെ സ്ക്രീൻ സേവേഴ്സിനെ തോൽപ്പിക്കുന്ന വിധത്തിലുള്ള സീനറീസ് ആയിരുന്നു. വളരെ മനോഹരമായിട്ടുള്ള ഈ ഒരു നാച്ചുറലായിട്ടുള്ള ഒരു സീനറിയൊക്കെ കാണാൻ ലഭിക്കുന്നത് തന്നെ വളരെ ഭാഗ്യം എന്ന് പറയില്ലേ, അതുപോലെയായിരുന്നു. ഗൈസ്, അങ്ങനെ നമ്മുടെ വീഡിയോ ഇവിടെ അവസാനിക്കുകയാണ്. മറ്റൊരു വീഡിയോ വരും വരെ ദിസ് ഇസ് റൈഗൻ മാത്യു സൈനിങ് ഓഫ്. മാസ്സലാമ.